ഹായ് എവരി വൺ, എ സി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വന്നത് ആറാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ്, അതായത് ജേർണൽ എൻട്രീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ തിയറി കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതായത് ജേർണൽ എൻട്രീസ് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലംസിന് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഇൻ കൺസൈൻമെന്റ്. കൺസൈൻമെന്റിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ 2 ബുക്സുകളിലായിട്ടാണ്. ഒന്ന് കൺസൈനറുടെ ബുക്കും മറ്റൊന്ന് കൺസൈനിയുടെ ബുക്കും. ഈ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് ആണ്. കൺസൈനർ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ കൺസൈനിയോ ആ ഗുഡ്സ് ഏറ്റെടുത്തതിന് ശേഷം കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ സെയിൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ. കൺസൈനറിന്റെ ബുക്സിൽ എഴുതുമ്പോഴുള്ള ട്രീറ്റ്മെന്റുകളാണ് പറയാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് മീൻസ് എന്താണ്? ഡോൺട്രീസ് ആണ് അല്ലെ. നോക്കൂ, ഫസ്റ്റ് വൺ, ഫോർ ദി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഒരു കൺസൈനർ സാധനങ്ങൾ സെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജേർണറി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഒരു കാര്യം പറയാൻ പറ്റുപോയി, സ്വന്തം ബുക്കില് സ്വന്തം ആളുടെ പേരെഴുതാൻ പാടില്ല. അപ്പൊ ഇവിടെ ആരുടെ കാര്യം ഞാൻ പറയുന്നത്? ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ ആണ്. കൺസൈനറുടെ ബുക്സിൽ എഴുതുമ്പോൾ കൺസൈനറുടെ പേര് എഴുതാൻ പാടില്ല. പകരം അവിടെ എന്ത് എഴുതിയാൽ മതി? കൺസൈൻമെന്റ് എന്ന് എഴുതിയാൽ മാത്രം മതി. സ്വന്തം ബുക്സില്, അതായത് കൺസൈനറുടെ ബുക്കില് കൺസൈനറുടെ പേര് എഴുതുന്ന പകരം അവിടെ എന്ത് എഴുതിയാൽ മതി? കൺസൈൻമെന്റ് എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പൊ നോക്കേ, ഫോർ ദി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസൈനർ കൺസൈനിക്ക് സാധനം സെൻഡ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. 2, ഫോർ ദി എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനർ. കൺസൈനർ ആണോ ചെലവ് വഹിക്കുന്നെങ്കിൽ അതിന്റെ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ബാങ്ക് വരുന്നത് വെച്ചാൽ ചെക്ക് വരുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ക്യാഷിന് എഴുതിയാലും ബാങ്ക് എഴുതിയാലും നോ പ്രോബ്ലം. അപ്പൊ എൻട്രി പറഞ്ഞേ, ഫോർ ദി എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനർ. ഒരു കൺസൈനർ ആണ് എക്സ്പെൻസ് വഹിക്കുന്നെങ്കിൽ അതിന്റെ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇനി നേരെ മറിച്ച് കൺസൈനിങ് ആണ് എക്സ്പെൻസ് ചെലവഹിക്കുന്നെങ്കിലോ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. കണ്ടോ, കൺസൈനറുടെ ബുക്കില് കൺസൈനി എക്സ്പെൻസ് വഹിക്കുവാണെങ്കിൽ നിങ്ങൾ ക്യാഷ് ഓർ ബാങ്കിലെ അത് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? കൺസൈനിന് ആക്കിയാൽ മതി. കൺസൈനർ ആണ് ചെലവ് വഹിക്കുന്നെങ്കിൽ ക്യാഷ് ഓർ ബാങ്കിന് എഴുതിയാൽ മതി. മറ്റാളാണ് ചെലവ് വഹിക്കുന്നെങ്കിൽ അവിടെ എന്ത് എഴുതും? അയാളുടെ പേരെണ്ണം ടു കൺസൈനീസ് അക്കൗണ്ട്. കണ്ടല്ലോ? ഓക്കെ, അപ്പൊ 3 മനസ്സിലായല്ലോ. അപ്പൊ ഒന്നെന്തോ ഞാൻ പറഞ്ഞത്, ഒരു കൺസൈനർ സാധനങ്ങൾ സെൻഡ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. 2 എന്താണ്? ഒരു കൺസൈനർ എക്സ്പെൻസ് വഹിക്കുവാണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അടുത്തെന്താണ്? ഫോർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനി. ഒരു കൺസൈനി ആണ് ചെലവ് വഹിക്കുന്നെങ്കിൽ അപ്പൊ എൻട്രി എന്താ പറയും? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. അതായത് ഈ ക്യാഷ് ഓർ ബാങ്ക് കേട്ടോ, അത് മാറ്റിയിട്ട് അവിടെ എന്താക്കണം? ആ പാർട്ടിയുടെ പേര് എഴുതണം. ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ആരുടെ ബുക്കിൽ എഴുതുന്ന കാര്യമാണ്? കൺസൈനറുടെ ബുക്കിൽ എഴുതുന്ന കാര്യങ്ങളാണ്. ഈ കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അയാളുടെ ബുക്കിനകത്ത് ചെയ്യണം, വ്യക്തമായിട്ട് എഴുതി കാണിക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അയാള് കൺസൈനർ എക്സ്പെൻസ് ട്രീറ്റ് എടുത്താലും അതുപോലെ കൺസൈനിങ് എടുത്താലും എല്ലാം അയാളുടെ ബുക്കിനകത്ത് വ്യക്തമായിട്ട് കാണിക്കണം. നെക്സ്റ്റ് വൺ, ഫോർ എനി അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനി. കൺസൈനിയുടെ കയ്യിൽ നിന്നും എന്താ പറയുക? കൺസൈനിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ
അപ്പോൾ എൻട്രി പറഞ്ഞേ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. ആരുടെ കയ്യിൽ നിന്നാണോ അയാളാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻട്രി പറഞ്ഞേ ഒരു കൺസൈനിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ അല്ലെങ്കിൽ ബില്ലുകളോ, അപ്പോൾ ക്യാഷോ ബാങ്കോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർ ദി റെമിറ്റൻസ് ഓൺ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ട് സെറ്റിൽമെന്റിൽ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ കൺസൈനി അക്സെപ്റ്റിംഗ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ചിങ്. അപ്പൊ എന്താ പറയുന്നത്, കൺസൈനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്വീകരിക്കുകയാണെങ്കിൽ അപ്പൊ എൻട്രി എന്താ പറയാം, ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 4 എൻട്രി പഠിച്ചല്ലോ. അപ്പൊ 4 എൻട്രി എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം പറഞ്ഞത് കൺസൈനർ സാധനങ്ങൾ സെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഒരു കൺസൈനർ എക്സ്പെൻസ് വഹിക്കുവാണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ഒരു കൺസൈനിയാണ് എക്സ്പെൻസ് വഹിക്കുന്നെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് മാറ്റി എന്താക്കണം, ടു കൺസൈനീസ് അക്കൗണ്ട് എന്നാക്കണം. അതേപോലെ ഒരു കൺസൈനിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ക്യാഷ് ആണെങ്കിൽ ക്യാഷിന് ഡെബിറ്റ് ചെയ്യാം, ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ഡെബിറ്റ് ചെയ്യാം, ബിൽസ് റിസീവബിൾ ആണെങ്കിൽ ബിൽസ് റിസീവബിൾ ഡെബിറ്റ് ചെയ്യാം. അത് ഏത് വന്നാലും ഡെബിറ്റ് ചെയ്യാം ടു ആരിൽ നിന്നാണ്, കൺസൈനീസ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഫോർ ദി റെമിറ്റൻസ് ഓൺ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് സെറ്റിൽമെന്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കൺസൈനിയുടെ കയ്യിൽ നിന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്വീകരിക്കുകയാണെങ്കിലോ അപ്പൊ എൻട്രി എന്ത് പറയും, ബാങ്ക് ഓഫ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി. കൺസൈനിക്ക് നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യത്തില്ലേ, കൺസൈനി സാധനങ്ങൾ സെയിൽ ചെയ്യത്തില്ലേ. അപ്പൊ അതിന്റെ എൻട്രി പറഞ്ഞേ, കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈനി സെയിൽ ചെയ്യുമ്പോൾ എൻട്രിയാണ് കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ആ കൺസൈൻ എന്ത് ചെയ്യും, കമ്മീഷന്റെ ബേസിലല്ലേ സാധനം എടുക്കുന്നത്. അപ്പൊ കമ്മീഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ആ എൻട്രി എന്താ പറയണം, ഈ സെയിലിരിക്കുന്ന എൻട്രി ഉണ്ടോ അത് തിരിച്ചു പറയുക. അപ്പൊ എന്താ പറയും, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. കണ്ടല്ലോ, ഒരു കൺസൈനി സെയിൽ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ആ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കണ്ടേ, സെയിൽസിന്റെ അടിസ്ഥാനത്തിലല്ലേ കൺസൈനർ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ എൻട്രി എന്താ പറയണം, ഈ സെയിൽസിന് എൻട്രി തിരിച്ചു പറഞ്ഞാൽ മതി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പറഞ്ഞത് അവസാനത്തെ 2 എൻട്രി എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ എന്ത് കിട്ടണം, ലാഭമാണോ നഷ്ടമാണെന്ന് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് വരയ്ക്കുന്ന എങ്ങനെയാണ്, നമ്മൾ അക്കൗണ്ട് വരച്ച് ചെയ്യുമ്പോൾ അവിടെ ലാഭമാണോ നഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് എപ്പോഴാണ് അറിയുന്നത്, കൺസൈൻമെന്റ് അക്കൗണ്ട് വരച്ച ശേഷമേ ലാഭമാണോ നഷ്ടമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിന് ലാഭമാണ് കിട്ടുന്നെങ്കിൽ എന്താ പറയാം, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരെ മറ്റ് ലോസ് ആണെങ്കിലോ അത് തിരിച്ചു പറയണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ഒരു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു. കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് എന്താണ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ലോസ് ആയിരിക്കണം. പ്രോഫിറ്റ് വരുമ്പോഴുള്ള എൻട്രിയാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിലോ തിരിച്ചു പറയണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കൺസൈനറിന്റെ ബുക്സ് എഴുതുമ്പോൾ പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 അക്കൗണ്ടുകളും പ്രധാനമായിട്ടും വരയ്ക്കണം. അപ്പൊ എന്തൊക്കെയാണ്, 1 കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കണം, 2 ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കണം, 3 കൺസൈനീസ് അക്കൗണ്ട് വരയ്ക്കണം. കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോഴുള്ള സാധനങ്ങളാണ് ഈ 3 പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യണം, ജേണൽ എൻട്രീസ് എഴുതണം. ജേണൽ എൻട്രീസ് എഴുതിയ ശേഷമാണ് ഈ 3 ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പൊ ആക്ച്വലി 4 ശ്രദ്ധിക്കേണ്ടത്. 1 ജേണൽ വരയ്ക്കണം, 2 കൺസൈൻമെന്റ് അക്കൗണ്ട്, 3 ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്, 4 കൺസൈനീസ് അക്കൗണ്ട്. അപ്പൊ ഇത്ര മനസ്സിലായോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം അടുത്ത വീഡിയോ കൂടെ കാണിച്ചു തരാം.